ഹലോ, അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളെങ്ങനെയാണ് യൂട്യൂബിലോട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യണം. പലരും സ്കിപ്പ് ചെയ്യുന്ന കാണാം. നമ്മൾ ആദ്യം യൂട്യൂബ് എന്ന ആപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ അടിയിലുള്ള ഏറ്റവും താഴെയുള്ള പ്ലസ് ഐക്കൺ അത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിത് യൂട്യൂബ് പോയിക്കൊണ്ട് എഡിറ്റ് ചെയ്ത വീഡിയോ നമ്മൾ എടുത്ത് നെക്സ്റ്റ് നിൽക്കിയതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ആഡ് ഡീറ്റെയിൽസിലോട്ടാണ് കേട്ടോ. ഈ ആഡ് ഡീറ്റെയിൽസ് എന്നിട്ട് നമ്മുടെ യൂട്യൂബ് ഷോർട്ടിൻ്റെ മെയിൻ എല്ലാ പർപ്പസും ഇതിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ടൈറ്റിൽ നൽകുകയാണ് എന്താ ഒരു വാൾ പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എസ്തെറ്റിക് വാൾ പോസ്റ്റ് എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് മാക്സിമം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക കേട്ടോ. അതിനായിട്ട് നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട്, ക്രാഫ്റ്റി ഹോപ്പൊക്കെ. ഇത് നമ്മളൊരു മെയിൻ യൂട്യൂബ് പർപ്പസിൽ പെട്ടതാ സംഭവമായിട്ട്. നമ്മുടെ വ്യൂവേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് ഷോർട്സ് മുതൽ വരാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ നേരെ താഴത്തേക്ക് പോയിട്ട് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഇഷ്ടമുള്ള വീഡിയോ നൽകുക. നമ്മുടെ യൂട്യൂബ് ഷോർട്സിലൊക്കെ കുറച്ച് വ്യൂവേഴ്സ് കൂട്ടാനുള്ളതാണ് ടൈപ്പാണ്. പിന്നെ ഓൺലി ഓഡിയോ റിമിക്സിങ്, ഇതാ നമ്മുടെ വീഡിയോയിൽ മറ്റുള്ളവർ വീഡിയോ എടുക്കണോ അല്ലെങ്കിൽ ഓഡിയോ എടുക്കണോ എന്നുള്ള നമ്മുടെ ചോയ്സാണ്. പിന്നെ പ്രൊമോഷൻ്റെ ലേബൽ, ഇത് നമ്മുടെ നമ്മൾ തംബ്ലൈൻ സെറ്റിംഗ് ആണ്. നമ്മുടെ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും നമ്മുടെ തംബ്ലൈൻ. നമ്മുടെ വീഡിയോ അതിൻ്റെ പെന്നൈക്കൺ നിൽക്കുക. നമുക്ക് ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ഏത് ഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്കെടുത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു ഭാഗമായിരിക്കും നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ തംബ്ലൈനായിട്ട് വരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളത് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഈ വൈറ്റ് സ്റ്റുഡിയോയിലോട്ട് വരിക കേട്ടോ. നമ്മുടെ ഒരു യൂട്യൂബർ ആണെങ്കിൽ മെയിനായിട്ടുള്ള സംഭവമാണ് വൈറ്റ് സ്റ്റുഡിയോ. നമ്മൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നത്, എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാൻ, കാരണം നമ്മുടെ മെയിൻ പർപ്പസാണത്. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ ഡാഷ്ബോർഡിൽ നേരെ കണ്ടന്റ് എന്നുള്ളതിലോട്ട് മാറാം. അപ്പം നമ്മൾ അവിടെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഉണ്ടാവും നമ്മൾ അപ്ലോഡ് ചെയ്താൽ. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പെണ്ണേക്കൻ കാണും. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആ വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്യുന്ന സെക്ഷനിലോട്ട് മാറും കേട്ടോ. ഫസ്റ്റ് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന സെക്ഷനിലോട്ട് പോയി നമ്മളിവിടെ നമുക്ക് വേണ്ട ടൈറ്റ്സും എന്തും നൽകാം കേട്ടോ. നമ്മൾ നമ്മുടെ വീഡിയോൻ്റെ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്തും നൽകുക. നമ്മുടെ ഓരോ DIY അങ്ങനെ ഓരോന്ന് നൽകാം കേട്ടോ. വാൾ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് അൺലിമിറ്റഡ് ആയി എത്തുകയും ചെയ്യാം. പിന്നെ നമ്മൾ വിസിബിലിറ്റി നമ്മൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് ആക്കി വെക്കണം കേട്ടോ. നമ്മൾ ഇവിടെ എന്തായാലും കമൻറ്റ് ഓൺ ചെയ്യണം. പിന്നെ ടാഗ്സ്, മെയിൻ ടാഗ് നൽകുക. പിന്നെ ഓൺലി ഓഡിയോ റിമിക്സിങ്, പിന്നെ പെയ്ഡ് പ്രൊമോഷൻ, പിന്നെ നമ്മുടെ കാറ്റഗറി എന്താണോ അത് നൽകും. ഞാൻ എൻ്റർടൈൻമെൻറ്റാണ് നൽകിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് എന്തായാലും കമൻറ്റ് ഓണാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ എഡിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റായി ചെയ്യാൻ പോകുന്നു. പിന്നെ നമ്മൾ ലൊക്കേഷൻ നൽകാം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റായി നൽകുന്നത് വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയത് പബ്ലിക് ആക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് അല്ലെങ്കിൽ നോ മെയ്ഡ് ഫോർ കിഡ്സ് എന്നൊക്കെ നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് എഡിറ്റ് സേവ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആ മുകളിലുള്ളതാണ് നമ്മുടെ സേവ് എഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ യൂട്യൂബ് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിതാ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്തത്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കൺ എന്ന് പ്രസ് ചെയ്യുക. നമ്മൾ വിടുന്ന യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.